ഹലോ ഫ്രണ്ട്സ്, ചപ്പാത്തി എങ്ങനെയാണ് ഇതുപോലെ സോഫ്റ്റായിട്ട് ചുടാന്നുള്ള ഒരു ട്രിക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് അറിയാമെന്നുള്ളവർ ഒന്ന് സ്കിപ്പ് ചെയ്ത് വയ്ക്കുമോ, ഇല്ലാത്തവർ മുഴുവനും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതിനായി ഒരു തവി ഗോതമ്പ് മാവ് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കും. ഞാൻ ഇപ്പോൾ ഒരു കപ്പ് ഒഴിക്കുന്നില്ല, ഒരു 3/4, അതായത് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. കുറച്ചുകൂടെയൊക്കെ വെള്ളം ചേരും. ബാക്കിയുള്ള ഈ വെള്ളം കൂടെ ഞാനൊന്ന് ആഡ് ചെയ്യാൻ പോവുകയാണ്. ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമുക്ക് കലക്കിയെടുക്കാം. കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് സ്റ്റിർ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ചപ്പാത്തി ചെയ്യുന്നതിന് ആവശ്യമായ മാവിനെ വേറൊരു ബൗളിലേക്ക് എടുക്കാം. അപ്പോൾ ഇത് മതിയാവും. ഇത് കലക്കി വെച്ചിട്ടുണ്ട്, മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ പാത്രത്തിലോട്ട് നമുക്ക് ചപ്പാത്തി മാവിന് ആവശ്യമായ മാവ് എടുക്കാം. ഞാൻ 4 തവി മാവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാവിന് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിപ്പോൾ ഇതിലോട്ട് ഇത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്ര ഇരുന്നോട്ട് സാധാരണ മാവ് നമ്മൾ കുഴക്കില്ലേ, അതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ചെറിയ ചൂടുണ്ട്. നമുക്ക് മറ്റു മാവും കൂടെ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിത് മുഴുവനും ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നല്ല സോഫ്റ്റായിട്ട് വരും. ചപ്പാത്തി മാവ് ചപ്പാത്തി ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റാവും. ഇതെനിക്ക് ചെന്നൈയിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നതാണ്. അപ്പോൾ അന്ന് മുതൽ ഞാൻ ഇങ്ങനെ തന്നെയാണ് ചപ്പാത്തി ചെയ്യുമ്പോൾ ഫോളോ ചെയ്യുന്നത്. ആദ്യമൊക്കെ വെറുതെ ചൂടുവെള്ളത്തിലൊഴിച്ച് ഞാൻ അങ്ങനെയൊക്കെ കുഴച്ചിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ സോഫ്റ്റാണ് നമ്മൾ ആവശ്യമായ കുറച്ച് മാവിൽ നല്ല വെള്ളം ഒഴിച്ച് ദോശപ്പരുവം ആക്കിയിട്ട് അതിനെ ഇതിൽ മിക്സ് ചെയ്യാന്ന് പറഞ്ഞത്. അത് വേറൊരു നല്ലൊരു ടെക്നിക്ക് തന്നെയാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു ടീച്ചറായിരുന്നു. അപ്പോൾ അവർ ആന്ധ്രാക്കാരിയാണ്. അപ്പോൾ അവരുടെ അമ്മമ്മ അങ്ങനെ അവരാരോ പറഞ്ഞു കൊടുത്താണ് അവർക്കറിയാം. അപ്പോൾ ഇത്രയും എടുത്ത മാവ് ശരിയായില്ല, കൺസിസ്റ്റൻസി ശരിയായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം തളിച്ച് കൊടുക്കാം. പക്ഷെ അതിൻ്റെ ആവശ്യം വരില്ല. അത് ആദ്യം എടുക്കുന്ന മാവ് കറക്റ്റായ കൺസിസ്റ്റൻസിയിൽ എടുക്കുകയാണെങ്കിൽ വേറെ എക്സ്ട്രാ വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യം വരില്ല. ഇപ്പം മാവ് നന്നായിട്ട് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കൂടുതലൊന്നും അങ്ങനെ ഇട്ട് ഉരുട്ടേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇതിനെ മാറ്റിയിട്ട് കിച്ചൺ ടോപ്പിലിട്ട് തന്നെയാണ് ഞാനിത് ഇങ്ങനെ ഉരുട്ടിയെടുക്കും. കൂടുതലൊന്നും അടിച്ച് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല സോഫ്റ്റാണ് മാവ്, കണ്ടോ.
നല്ല സോഫ്റ്റാണ്. നമുക്കിത് കുറച്ച് നേരം അടച്ചു വയ്ക്കാം. നല്ല സോഫ്റ്റാണ്, കണ്ടോ? അപ്പം ഈ പാത്രത്തിൽ തന്നെ ഇട്ടാം. ഇതിൽ കുറച്ച് മാവുണ്ട്, അതിൻ്റെ ഈർപ്പത്തിലവിടെ ഇരുന്നോളൂ. ഇത് ഒത്തിരി നേരം ഒന്നും റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്കിവിടെ ഒരു 10 മിനിറ്റ്സ് തന്നെയാണ് ഞാൻ കൊടുത്തത്. തക്കാളിയും ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്യണ ഒരു സമയം വരെ, അത്ര മാത്രം. ഇപ്പം നമുക്കിതിനെല്ലാം ഒന്ന് ഓരോ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഇത് പരത്തിയെടുക്കുന്നത് കോൺഫ്ലവർ മാവിലാണ്. ഗോതമ്പ് മാവിനേക്കാളും കോൺഫ്ലവർ മാവിൽ നമ്മളിത് പരത്തിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ദോശക്കല്ല അങ്ങനെ അധികം വൃത്തികേടാകാതെ, അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. മാവ് അധികം നേരം ഇങ്ങനെ തുറന്നിരിക്കാനും പാടില്ല, ഡ്രൈ ആയി പോവും. ഓരോന്നിങ്ങനെ ഉരുട്ടിയെടുത്തതിന് ശേഷം അടച്ചു വെക്കണം. കൂടുതൽ നേരം അങ്ങനെ വെറുതെ ഓപ്പൺ എയറിലിട്ട് കഴിഞ്ഞാൽ ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ചപ്പാത്തി സോഫ്റ്റ് കാണില്ല. ഏതാ ഉരുട്ടി എടുത്തിട്ടുണ്ട്. കുറച്ച് കോൺഫ്ലവർ എടുക്കാം. ഇതിൽ കുറച്ച് കോൺഫ്ലവർ മാവിട്ട് കൊടുക്കാം. പരത്തിയെടുക്കാം ഓരോന്നായിട്ട്. ചപ്പാത്തി മാവ് പരത്തുമ്പോൾ നല്ല സോഫ്റ്റായിട്ട്, അതായത് തിന്നായിട്ട് പരത്തണം. ഭൂരിക്കുള്ള പോലെയല്ല, കുറച്ച് അതിൻ്റെ തിക്നെസ് ഇരിക്കാൻ പാടില്ല. അപ്പം ഇതുപോലെ ഓരോന്നായിട്ടെല്ലാം പരത്താം. മാവ് പരത്തിയും നമുക്ക് വളരെ നേരം അങ്ങനെ ഇടാൻ പാടില്ല, അതും ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. കറക്റ്റ് ടൈം തന്നെ നമുക്കിതാ ഞാൻ കല്ലടുപ്പിൽ വെച്ചിട്ടുണ്ട്. ദോശക്കല്ല് ചൂടായിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കാം. നല്ല പൊള്ളി വരുന്നുണ്ട്. ഇപ്പോൾ തിരിച്ചിട്ടിട്ട് കുറച്ച് നെയ്യോ എണ്ണയോ എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്യാം. ഞാനിവിടെ കുറച്ച് നെയ്യാണ് തേച്ച് കൊടുക്കുന്നത് കേട്ടോ. ഒരു സൈഡ് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചാൽ മറു സൈഡ് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ കിട്ടിക്കോളും. കണ്ടോ, നല്ല പൊള്ളി വരുന്നുണ്ട്. നമുക്കിതുപോലെ ഓരോ ചപ്പാത്തിയും ചുട്ടെടുക്കാം.
4-5 പ്രാവശ്യം അങ്ങനെ മാറ്റിടേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ ഓൺ സൈഡ് മാത്രമേ ഞാൻ നെയ്യ് അപ്ലൈ ചെയ്യണുള്ളൂ. അപ്പോൾ അത് മറ്റേ സൈഡിലും കിട്ടണമെന്നുള്ളതിന് വേണ്ടിയാണ് ഞാനൊരു 2 പ്രാവശ്യം കൂടെ അങ്ങനെ പെട്ടെന്ന് അങ്ങ് ഫ്ലിപ്പ് ചെയ്തിടും. ഇപ്പോൾ ഈ സൈഡിൽ ഞാൻ നെയ്യ് അപ്ലൈ ചെയ്യുന്നില്ല, പക്ഷെ കല്ലിലുണ്ട്, അത് കാരണം അതങ്ങനെ ഇടും, അത്ര തന്നെ. അങ്ങനെ ഞാൻ ഇവിടെ എല്ലാ ചപ്പാത്തിയും ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, ചൂട് അത് കാരണം എനിക്കിത് കറക്റ്റായി പിടിക്കാൻ പറ്റുന്നില്ല. കണ്ടോ, നമ്മൾ കർച്ചീഫ് മടക്കും പോലെ മടക്കാം. സാധാരണ റഫായിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, അത് പൊട്ടിയല്ലേ പോവുള്ളൂ. അപ്പോൾ ഈ ടെക്നിക്ക് അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും വളരെ എളുപ്പമാണ്. മാവ് വളരെ നേരം അങ്ങനെ ഇട്ട് കുഴക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ പരോട്ടയ്ക്ക് അടിക്കും പോലെയൊക്കെ നല്ല ഒത്തിരി നേരമൊക്കെ അടിക്കുന്ന ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ട് സോഫ്റ്റ് ആവാൻ വേണ്ടി. അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. ഓക്കെ, ഞാൻ പറഞ്ഞെന്ന് അതേ ഇതിൽ ചെയ്ത് നോക്കൂ. ഇപ്പം നമുക്കിത് കൈ കൊണ്ട് ഇങ്ങനെ ചുരുട്ടിക്കൂട്ടിയാൽ കൂടെ അതൊന്നും ചെയ്യില്ല, പൊട്ടിപ്പോവില്ല. കണ്ടോ, അത്രയ്ക്ക് നല്ല സോഫ്റ്റാണ്. സോ ഇതെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് തരൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എനിക്കിന്ന് ഇതിന് സൈഡ് ഡിഷിങ് ഞാൻ തക്കാളി കുറുമേനാണ് വെച്ചത്. അപ്പോൾ ഞങ്ങളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ഒട്ടും സമയം കളയണ്ട, നിങ്ങൾ ഇതുപോലെ വേഗം ചെയ്ത് നോക്കി കഴിച്ചോളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ഫോർ നൗ.